താമര വിരിയുമോ എന്ന ചോദ്യത്തിന് ഉത്തരം വരാനിരിക്കുന്നത്. നിലവിൽ 17,072 വോട്ടിന്റെ ലീഡാണ് രാജീവ് ചന്ദ്രശേഖരനുള്ളത്. സിക്കറിൽ അമ്രാറാം ലീഡ് ഉയർത്തുന്നു. ഈ തകർച്ചകൾക്കിടയിലും CPM-മാർക്ക് സന്തോഷിക്കാം. ഉത്തരേന്ത്യയിൽ നിന്ന് ഒരു CPM MP സിക്കറിൽ അമ്രാറാം വിജയത്തോട് അടുക്കുന്നു. അതുപോലെ തന്നെ ബീഹാറിൽ CPI-യുടെ ബേഗുസരായിൽ CPI സ്ഥാനാർത്ഥി മുന്നേറുന്നുണ്ട്. ഇപ്പോ UP-യിൽ 8 ഇടത്താണ് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്. അലഹബാദ്, അമേഠിയിൽ സ്മൃതി ഇറാനിയേക്കാൾ 47,000 വോട്ടുകൾക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി മുന്നിലാണ്. ആലിംഗനം PK ഫിറോസ് ആലിംഗനം ചെയ്യുകയാണ് MK രാഘവനെ. കോഴിക്കോടിന്റെ ജനത ഒന്നാകെ ആലിംഗനം ചെയ്ത വലിയ ലീഡ് നിലയുള്ള MK രാഘവനെ. അമ്രോഹയിൽ, ബറാബങ്കിയിൽ, റായ്ബറേലിയിൽ 1,40,45,000 വോട്ടുകൾക്കാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ലീഡ് ചെയ്യുന്നത്. സഹറൻപൂർ, സീതാപൂർ, ബൻസ്ഗാവ് ഇങ്ങനെ 8 ഇടത്ത് കോൺഗ്രസ് ലീഡ്. കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ സീറ്റാണ് കോൺഗ്രസ് UP-യിൽ ജയിച്ചത്. ഇപ്പോൾ അവിടെ SP BJP-യേക്കാൾ വലിയ പാർട്ടിയായി മാറുന്നു. അതിനപ്പുറത്തൊന്നുകൂടിയുണ്ട്. ബീഹാറിലും ബംഗാളിലും MY കോമ്പിനേഷൻ തിരിച്ചു വരുന്നു എന്നുള്ളത് വളരെ നിർണായകമാണ്. സംഘടനാപരമായി ശിഥിലമായി കഴിഞ്ഞ കോൺഗ്രസിനേക്കാൾ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയുടെ മൈലേജ് നേടുന്നത് സമാജ്വാദി പാർട്ടിയും എന്ന പ്രധാനപ്പെട്ട കാര്യം മറന്നുപോകരുത്. മായാവതിയുടെ കോൺസ്റ്റിറ്റ്യുവൻസി നഷ്ടമാവുന്നു. അവിടെ ദലിത് വോട്ട് കൂടുതൽ BJP-യിലേക്കല്ല മറിച്ച് കോൺഗ്രസിലേക്കും കോൺഗ്രസ് മുന്നണിയിലേക്കും മൈഗ്രേറ്റ് ചെയ്യുകയാണ്. ഭരണഘടന മാറും. സംവിധാനം എന്ന വാക്ക് ഉത്തർപ്രദേശിൽ ചർച്ചയായിരുന്നു. ഇന്ത്യയില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. ഉത്തർപ്രദേശിലെ ജനങ്ങൾ രാഷ്ട്രീയം അംബേദ്കറെ മാറ്റി നിർത്തി ഒഴിവാക്കിക്കൊണ്ട് ഒരു സംവിധാനം